നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടമുട്ടത്ത് ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏകാദശി തിരക്കിലേക്ക്. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ എടമുട്ടത്ത് സ്വകാര്യ ബസ്സും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കാർ യാത്രികനായ മലപ്പുറം തേനിപ്പാലം സ്വദേശി ശരൺ കൃഷ്ണയാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിലേക്ക് പോയിരുന്ന ബസ്സും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് നിർത്തിയിരുന്ന ഓട്ടോറിക്ഷയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്നത് ശരൺ കൃഷ്ണയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ബന്ധു സോണിയ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. കാറ് ഗുരുവായൂരിൽ തെക്കോട്ട് പോവുകയാണ്. എടമുട്ടം സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കാറ് നല്ല സ്പീഡായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടി സ്ലോ ചെയ്ത് കാറാൻ റോങ് വരണപ്പോൾ നോക്കിയപ്പോൾ ആൾ ഉറങ്ങുകയാണ്. അപ്പോൾ ആ ഇതിൽ തന്നെ ഇടിയും കഴിഞ്ഞു. കാറ് ഓവർ സ്പീഡിലായിരുന്നു. ആ ഇടിയുടെ ഇതിൻ്റെ ഒരു 2 ലീവ് സെറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ ഒടിഞ്ഞ് വണ്ടി കയ്യിൽ നിന്ന് പോയി. ചന്ദ്രാപ്പിന്നി മിറാക്കിൾ ആംബുലൻസ് പ്രവർത്തകർ ഇവരെ വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം ഏകാദശി തിരക്കിലേക്ക്. നവംബർ 26-നാണ് തൃപ്രയാർ ഏകാദശി. ക്ഷേത്രത്തിൽ ആരംഭിച്ച ഏകാദശി നിർമ്മാലയ്ക്ക് 100 കണക്കിന് ഭക്തരാണ് ദിവസവും എത്തുന്നത്. ദീപാരാധന സമയത്തെ തായമ്പക ആസ്വദിക്കാനും നിരവധി പേരുണ്ടാകാറുണ്ട്. ഏകാദശിയുടെ ഭാഗമായുള്ള സാംസ്കാരിക പരിപാടികൾ നവംബർ 15-ന് തുടങ്ങും. പിന്നണി ഗായകരും അഭിനേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഇത്തവണ പരിപാടികളിൽ പങ്കാളികളാകുന്നുണ്ട്. ഭക്തിഗാനമേള, മോഹിനിയാട്ട കച്ചേരി, ഗായത്രി വീണ, സംഗീത നിശ, നൃത്ത പരിപാടികൾ, കഥാപ്രസംഗം, കഥകളി, ബാലെ, ഭരതനാട്യ കച്ചേരി, സംഗീത കച്ചേരി, കഥക് നൃത്തം, മ്യൂസിക് ഫ്യൂഷൻ, നൃത്താഞ്ജലി എന്നിവ ഇത്തവണ ആസ്വാദകർക്ക് മുന്നിലെത്തും. നവംബർ 26-ന് ഏകാദശി ദിവസം രാവിലെ നടക്കുന്ന ശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണ്യത്തിൽ പഞ്ചാരി മേളവും വൈകിട്ട് നടക്കുന്ന കാഴ്ചശീവേലിക്ക് പഴുവിൽ രഘുമാരാരുടെ പ്രാമാണ്യത്തിൽ ധ്രുവം മേളവും രാത്രി നടക്കുന്ന വിളക്കിനെഴുന്നള്ളിപ്പിന് തൃപ്രയാർ അനിയന്മാരാരുടെ പ്രാമാണ്യത്തിൽ മേളവും അകമ്പടിയാകും. 27-ന് പുലർച്ചെ ദ്വാദശി പണംവെക്കലോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പ്രധാന വേദിയിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഏത് മത്സരങ്ങളെക്കാൾ കൂടുതൽ വലിപ്പം കൊണ്ടും മികവ് കൊണ്ടും കഴിവ് കൊണ്ടും ഏറ്റെടുത്തിരിക്കുന്നതാണ്. ഒരുപക്ഷെ സ്കൂൾ കലോത്സവ വേദികളിൽ പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അരങ്ങേറുന്നത് പോലെ എല്ലാ കലകളെയും സംയോജിപ്പിക്കുന്ന ഒരു വേദി മറ്റില്ല. നമ്മുടെ ശാസ്ത്രീയ കലകളെ, നമ്മുടേതായ മലയാളികളുടേതായ തനതായ കലകളെ, പൗരാണികമായ കലകളെ, അതിനെല്ലാം ഒരു വേദിയിൽ കൊണ്ടുവരുന്ന ഒരു വലിയ മഹാസംഗമമാണ്. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ കമൽ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമ സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവ് CG പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ AEO P. മൊയ്തീൻകുട്ടി പതാക ഉയർത്തി. ഫാദർ ഷൈജിൻ കളത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, HM ഫോറം കൺവീനർ PA നൌഷാദ്, മതിലകം BPC AP സിജിമോൾ, PTA പ്രസിഡന്റ് CM ജുഗ്നു, സംഘാടക സമിതി കൺവീനർ VK മുജീബ് റഹ്മാൻ, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ KS ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ 76 വിദ്യാലയങ്ങളിൽ നിന്നും 3676 പ്രതിഭകളാണ് 295 ഇനങ്ങളിലായി കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്.
മതിലകം സെന്റ് ജോസഫ് സ്കൂളിന് പുറമെ സെന്റ് മേരീസ് LP സ്കൂൾ, OLF ഹൈസ്കൂൾ, സാൻജോ ഓഡിറ്റോറിയം, പാരമൗണ്ട് ഓഡിറ്റോറിയം, മദ്രസ ഹാൾ തുടങ്ങി 12 വേദികളിലായാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം അരങ്ങേറുന്നത്. ഗ്രാമ്യ ഓർബിറ്റ് ഇമ്പാക്റ്റ്. തൃപ്പയാർ ശ്രീരാമ ക്ഷേത്രത്തിന് സമീപത്തെ ചെമ്മാപ്പള്ളി കടവ് റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കി. കാലങ്ങളായി തകർന്ന് കാൽനട പോലും സാധ്യമല്ലാത്ത ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ ഗ്രാമ്യ ഓർബിറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ റോഡിനോട് ചേർന്നാണ് ആനകളുടെ സംരക്ഷണ കേന്ദ്രമായ സമൂഹമഠമുള്ളത്. ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ടും ഇവിടെയാണ്. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പാതയോരത്ത് ജനജീവിതം ദുസ്സഹമായിരുന്നു. ക്ഷേത്രത്തിൽ തിരക്കാകുമ്പോൾ യാത്രാക്ലേശം ഒഴിവാക്കാൻ ആളുകൾ ആശ്രയിച്ചിരുന്നതും ഈ റോഡിനെയായിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട റോഡ് നാളുകളായി തകർന്നു കിടക്കുന്നതിനെതിരെ ജനരോഷം ശക്തമായിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ റോഡിൽ പാറപ്പൊടിയും കരിങ്കൽ ചീളുകളും ഇട്ട് താൽക്കാലികമായി കുഴി അടച്ചിരിക്കുന്നത്. ഗ്രാമീയ ചാനലിൽ ഒരു വാർത്ത വന്നു. അപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ദേവസ്വം മാനേജരും പഞ്ചായത്തുകാരും സംസാരിച്ച് പെട്ടെന്ന് തന്നെ ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ റോട്ടിൽ വെള്ളം കെട്ടിക്കുന്നത് കൊണ്ട് വലിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് കുറച്ച് 2 ലോഡും, തൃപ്പയാർ ദേവസ്വം 1 ലോഡും, പിന്നെ ഇവിടുത്തെ നാട്ടുകാരും സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റോഡുകളിലെ കുഴികൾ തീർക്കുന്നത്. അതിൻ്റെ കുണ്ടും കുഴിയും അടയ്ക്കുന്ന ജോലി തുടരുകയാണ്. അതിന് ദേവസ്വത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന വിവരം അറിയിക്കുകയാണ്. എന്നാൽ ടാറിംഗ് നടത്തിയാലേ റോഡിലെ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാഞ്ഞാണി പെരുമ്പുഴ തോടിൻ്റെ ഒഴുക്കിന് മുകൾ പരപ്പിലെ കരുവാലിച്ചണ്ടി തടസ്സമാകുന്നുവെന്ന് കർഷകർ. പെരുമ്പുഴയിലെ കുളവാഴ, ചണ്ടി എന്നിവ നീക്കിയാലും അടിത്തട്ടിൽ നിന്നും ശക്തമായ വേരുകളോടെ കരുവാലിച്ചണ്ടി വളർന്ന് തോടിന്റെ മുകൾ പരപ്പിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഏതാനും വർഷങ്ങളായി ഇതുതന്നെയാണ് സ്ഥിതിയെന്ന് കർഷകർ പരാതിപ്പെട്ടു. തോടിന്റെ അടിത്തട്ടിലെ ചേറിൽ കുഴഞ്ഞുകിടക്കുകയാണ് ഇതിന്റെ വള്ളികൾ. വർഷത്തിൽ 1 തവണ കുളവാഴച്ചണ്ടി മാറ്റുന്നതോടൊപ്പം കരുവാലിച്ചണ്ടിയും മാറ്റാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഇവ പൂർണ്ണമായും മാറ്റാൻ ഇറിഗേഷൻ വകുപ്പിന്റെ കരാറുകൾക്കും സാധിക്കുന്നില്ല എന്ന ആരോപണവുമുണ്ട്. അതിനാൽ കിലോമീറ്ററുകൾ നീളമുള്ള പെരുമ്പുഴ തോട്ടിൽ വ്യാപകമായി കരുവാലിച്ചണ്ടി നിറഞ്ഞു കിടക്കുകയാണ്. ഇതിനാൽ തോട്ടിൽ നിന്നും പടവുകളിലേക്ക് ആവശ്യത്തിന് വെള്ളമെത്താനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നെന്ന് കർഷകർ പറഞ്ഞു. നിയുക്ത ശബരിമല മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരി തൃപ്പയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശ്രീരാമഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലയ്ക്കൽ തുളസിമാല ചാർത്തി സ്വീകരിച്ചു. ക്ഷേത്രം പടിഞ്ഞാറേ നടപ്പുരയിൽ മാനേജർ മനോജ് K. നായർ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. തത്വമസി കോയമ്പത്തൂർ സെക്രട്ടറി ജഗദീഷ്, ദുബായ് അധ്യാത്മസമിതി അംഗം അജിത് നടുപ്പറമ്പിൽ, ശ്രീരാമഭക്ത സേവാ സമിതി രക്ഷാധികാരി ജോത്സ്യൻ വിജയകുമാർ മേനോൻ, ശശി ഉണ്ണിയാരൻ പുരയ്ക്കൽ, ലക്ഷ്മി സന്തോഷ്, സോമസുന്ദരം കൊല്ലാടിക്കൽ, സോമസുന്ദരം നടുപ്പറമ്പിൽ എന്നിവർ മേൽശാന്തിയെ സ്വീകരിക്കാനുണ്ടായിരുന്നു. മീനൂട്ട്, വെടിവഴിപാട് എന്നീ വഴിപാടുകൾ കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. നമ്മുടെ പൂർവജന്മാർജ്ജമായ പുണ്യം കൊണ്ട് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ സന്നിധിയിലെത്താൻ ഭാഗ്യമുണ്ടായി. നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ഈശ്വരനാണ്. നമ്മൾ അങ്ങനെ വേണം കാണാൻ. പ്രകൃതി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല. പ്രകൃതിയെ സ്നേഹിക്കണം, പൂജിക്കണം, ബഹുമാനിക്കണം. നമ്മളെല്ലാം ശബരിമലയ്ക്ക് വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു മാലിന്യം വളരെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നതാണ്, നമുക്കെല്ലാം അറിയാം. എങ്കിലും നമ്മളതൊന്ന് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി നമ്മളതിനെ ഒഴിവാക്കണം. നമ്മളിത് കെട്ടുനിറയിലും ഒക്കെ ചന്ദനത്തിരിയും കർപ്പൂരവും മറ്റ് സാധനങ്ങളൊക്കെ നിറച്ച് വരുന്ന പ്ലാസ്റ്റിക്കാണ്. അത് ഒഴിവാക്കി മറ്റ് പേപ്പറുകളിൽ പൊതിഞ്ഞിടാമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രകൃതിക്കും ദോഷം വരത്തില്ല. നമ്മുടെ ശബരിമലയിലും നമുക്കറിയാം, എല്ലാ വർഷവും എത്രയോ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കാണ് അവിടുന്ന് മാറ്റുന്നത്. അത് മറ്റ് ജീവജാലങ്ങളൊക്കെ കഴിച്ച് അവർക്ക് ഹാനി വരികയാണ്. പക്ഷേ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സഹജീവികളെയും അല്ല നമ്മുടെ പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങളെയും നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് ആപത്തൊന്നും വരരുതെന്ന് നമ്മളും കൂടെ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലോകം നന്നാവുകയുള്ളൂ. അതുകൊണ്ട് പ്രകൃതി എന്ന് പറയുന്ന ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ സ്വാമിയെ കാണുന്ന പോലെ തന്നെ ഈ പ്രകൃതിയും കാണണം.
മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് സേവന പ്രവർത്തനങ്ങൾ നൽകി വരുന്ന അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നിയുക്ത ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നിർവഹിച്ചു. അല്ലെങ്കിൽ എത്രത്തോളം വരുന്ന ഭക്തരോ അവർക്കെല്ലാം അന്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ മഹാലക്ഷ്മി അന്നപൂർണേശ്വരിയായിരിക്കുന്ന ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അതിനെല്ലാം നമ്മുടെ ഭഗവാൻ നാരായണസ്വാമിയാണ്. അദ്ദേഹമാണല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി കർത്താവായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാനും നിങ്ങളിൽ ഓരോരുത്തർക്കും ആ നന്മയുടെ പൂക്കൾ വിരിയാനും ഒക്കെ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. പടിപ്പുരയ്ക്കൽ ഉണ്ണിമേനോൻ മേൽശാന്തിയെ പൊന്നാടയിട്ട് സ്വീകരിച്ചു. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, രഘുനാഥ് കെ, ഗിരി തയ്യിൽ, ദിനേശ് വെള്ളാഞ്ചേരി, സുരേഷ് നടുമുറി, ശിവരാമൻ എരനെഴുത്ത്, ഗിരീഷ് വെന്നിക്കൽ, ഗോപിനാഥ് വന്നേരി, കൃഷ്ണനുണ്ണി, ദിവാസ് ആലക്കൽ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക SN കോളേജിലെ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. നാട്ടിക ശ്രീനാരായണ കോളേജ് NSS യൂണിറ്റുകളുടെയും നന്ദിനി കൃഷിക്കൂട്ടത്തിൻ്റെയും നാട്ടിക കൃഷിഭവൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ നാട്ടിക ശ്രീനാരായണ കോളേജിൽ നടത്തിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നാട്ടിക ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ സുരേഷ് ഇയ്യാനി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക കൃഷി ഓഫീസർ NV ശുഭ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ജയ മുഖ്യ അതിഥിയായി. മനുരത്ന ഇനത്തിൽപ്പെട്ട വിത്താണ് കരനെൽ കൃഷിക്കായി ഉപയോഗിച്ചത്. പൂർണ്ണമായും ജൈവരീതിയിൽ ചെയ്ത കൃഷിക്ക് മികച്ച വിളവാണ് ലഭ്യമായത്. നാട്ടിക SN കോളേജിലെ NSS പ്രവർത്തകർ, നാട്ടിക നന്ദിനി കൃഷിക്കൂട്ടം പ്രവർത്തകർ എന്നിവർക്ക് പുറമെ NSS കോർഡിനേറ്റർ ബബിത B, നാട്ടിക കൃഷിഭവൻ ജീവനക്കാരായ KM ദിവ്യ, TV ദീപു, TR സ്നിഗ്ധ, PC ബാബു തുടങ്ങിയവരാണ് കരനെൽ കൃഷിക്ക് നേതൃത്വം നൽകിയത്. ഏതായാലും സംഭവം കുറച്ച് വളത്തിൻ്റെയും കുറച്ച് വെള്ളത്തിൻ്റെയും കുറവാണ് ഇവിടെ ഇത്രയും ഇതിനൊരു പുഷ്ടിമ വരാതെ വന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നില്ല. ഏതായാലും വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതൊരു തുടക്കമായിട്ട് നമുക്ക് കാണാം. പിന്നെ കൃഷി ഓഫീസർ പറഞ്ഞ പോലെ കൂടുതൽ കൃഷി കാര്യങ്ങൾ ചെയ്യണമെന്ന് മാഡം പറയുന്നുണ്ട്. അതിന് ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ തയ്യാറാണെങ്കിൽ പ്രിൻസിപ്പൾ പറഞ്ഞ മാതിരി ഏറ്റവും നല്ല NSS യൂണിറ്റായിട്ട് നാട്ടിക SN കോളേജിന് കിട്ടണമെങ്കിൽ അതിന് നിങ്ങളുടെ എല്ലാവരും പരിശ്രമം ഉണ്ടാവണം. കോവിഡിന് ശേഷം 2-ാം വട്ടമാണ് നമ്മൾ കരനെൽ കൃഷി ചെയ്യുന്നത്. എന്തായാലും വിജയകരമായി നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇതിൽ 2-3 പേരെ എടുത്തു പറയാതെ വയ്യ. 1 നന്ദിനി അയൽക്കൂട്ടത്തിൻ്റെ സഹായങ്ങൾ, 2 നമ്മുടെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ദിബുവിൻ്റെ ഒരു ദിബു എല്ലാ ദിവസവും തന്നെ പറയാം ഇവിടെ വന്നു പോയിരുന്നു. തളിക്കുളം ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നവംബർ 17 ഞായറാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ വിഭാഗം, പീഡിയാട്രീഷ്യൻ, ദന്തപരിശോധന, പ്രമേഹരോഗ നിർണയം, ആയുർവേദ പരിശോധന എന്നിവയും ഉണ്ടായിരിക്കും. തളിക്കുളം ലയൺസ് ക്ലബിന്റെയും ചേറ്റുവ ഫിനിക്സ് മെഡിസിറ്റി, പാലക്കാട് അഹല്യ കണ്ണാശുപത്രി, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ശാഖ, പാടത്തിപ്പറമ്പിൽ പാരമ്പര്യ പഞ്ചകർമ്മ ചികിത്സാലയം എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ജനറൽ മെഡിസിൻ, എല്ലുരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ദന്തരോഗ വിഭാഗം, ആയുർവേദ വിഭാഗം എന്നിവയും ഉണ്ടാകും. വിദഗ്ധ ഡോക്ടർമാർ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ പരിശോധന നടത്തുകയും ചികിത്സ നിശ്ചയിക്കുന്നതുമാണ്. തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവരെ അടുത്ത ദിവസം അഹല്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും ശസ്ത്രക്രിയയ്ക്ക് ശേഷം അടുത്ത ദിവസം തിരിച്ചെത്തിക്കുന്നതുമാണ്. സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ, സൗജന്യ അസ്ഥിരോഗ നിർണയം, സൗജന്യ യൂറിക് ആസിഡ് ടെസ്റ്റ്, സൗജന്യ തൈറോയ്ഡ് ടെസ്റ്റ്, സൗജന്യ രക്തസമ്മർദ്ദ ടെസ്റ്റ്, സൗജന്യ പ്രമേഹ പരിശോധന, സൗജന്യ മരുന്ന് വിതരണം എന്നിവയാണ് ക്യാമ്പിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ. ലയൺസ് ക്ലബ് പ്രസിഡന്റ് TN സുഗതൻ, സെക്രട്ടറി BN ദിലീപ്, ട്രഷറർ MD രാജേഷ് കുമാർ, ചീഫ് കോർഡിനേറ്റർ AP രാമകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബൈക്കിലെത്തിയ യുവാവ് റോഡിലൂടെ നടന്നുപോകുകയായിരുന്ന വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു. തളിക്കുളം ചേർക്കര മേപ്പുറത്ത് ദേവദാസിൻ്റെ ഭാര്യ ഗിരിജയുടെ മാല പൊട്ടിക്കാനാണ് ശ്രമമുണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ 10ഓടെ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ ബ്ലോക്ക് ഓഫീസിന് വടക്കുഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. വീട്ടിൽ നിന്ന് തളിക്കുളത്തേക്ക് പോവുകയായിരുന്നു ഗിരിജ. ഈ സമയത്ത് സമീപം ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയ യുവാവ് കൈവശം പൈസയില്ലെന്നും 50 രൂപ തരാൻ പറ്റുമോ എന്നും ഇവരോട് ചോദിച്ചു.
പേഴ്സിൽ നിന്ന് പൈസ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് ഗിരിജയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ നേരം കുതിറി പിന്നോട്ട് മാറിയതോടെ മാല പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. അതുവഴി മറ്റൊരു യാത്രക്കാരൻ വന്നതോടെ പിടിക്കപ്പെടുമെന്ന് കരുതി ഇയാൾ ബൈക്കെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. യുവാവ് ഹെൽമെറ്റ് ധരിച്ചിരുന്നതായും ഗിരിജ പറയുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. റോഡരികിലുള്ള വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനേ നമഃ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിഷ്ണുമായ ക്ഷേത്രമായ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തൊരുങ്ങുന്നു ഒരു പുണ്യമുഹൂർത്തം. ഭാരതത്തിലെ പ്രമുഖ മഠങ്ങളിലെ ആചാര്യശ്രേഷ്ഠരും മഹാക്ഷേത്രങ്ങളിലെ താന്ത്രിക പ്രമുഖരും കാഞ്ചി കാമകോടി പീഠത്തിലെ 25-ൽ പരം ചതുർവേദ വൈദിക പണ്ഡിതരും ഒന്നിച്ച് ദേവസ്ഥാനം വാഴുന്ന ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് ആരതിയൊഴിഞ്ഞ് അഭിഷേകം ചെയ്യുന്ന അപൂർവയാണ്. 2024 നവംബർ 19 മുതൽ 24 വരെയുള്ള തീയതികളിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ നടക്കുകയാണ് ജീവിത പുണ്യമേകുന്ന ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സഹസ്രനാമ പഞ്ചലക്ഷാർച്ചനാ യജ്ഞം. സദാനിത്യം ഭക്തരക്ഷകനായി വിളങ്ങുന്ന ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ തിരുനടയിൽ അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഈ സഹസ്രനാമ പഞ്ചലക്ഷാർച്ചനാ യജ്ഞത്തിലേക്ക് വന്നു ചേരൂ. ഭഗവാന്റെ അനുഗ്രഹം ചൂടി സുഹൃതികളായി മടങ്ങൂ. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ, പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില, പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു, വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വാടാനപ്പള്ളി യൂത്ത് ലീഗ് ലൈബ്രറിയിൽ ഗ്രാമീണ വനിതാ സംഗമം സംഘടിപ്പിച്ചു. മുതിർന്ന തൊഴിലുറപ്പ് പ്രവർത്തക ദേവു ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തക MG ജയശ്രീ വനിതാ പ്രവർത്തകരുമായി ആശയ സംവാദം നടത്തി. മേഖലാ സെക്രട്ടറി TA സുജിത്, തൃത്തല്ലൂർ യൂണിറ്റ് സെക്രട്ടറി TC ഉണ്ണികൃഷ്ണൻ, ലൈബ്രറി സെക്രട്ടറി CS വിനോദൻ, TA ഇക്ബാൽ, തുളസി ടീച്ചർ, TV ബിന്ദു, യൂത്ത് ലീഗ് ലൈബ്രറിയരായ KM രജനി, ഹേമലത പ്രതാപൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമീണ തൊഴിൽ മേഖലയിൽ സജീവ സാന്നിധ്യമായ തൊഴിലുറപ്പ് പ്രവർത്തകരും ഹരിതകർമ്മസേന അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു. സ്ത്രീ പുരുഷ തുല്യത, ഞാൻ സ്ത്രീ പുരുഷ തുല്യതയിലാണ് ഇപ്പം പറയുന്നത്. സ്ത്രീയും പുരുഷനും എന്ന രണ്ട് വിഭാഗത്തിനിടയിൽ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതും കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്, ഞാനത് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു തുല്യത, മനുഷ്യർ തമ്മിലുള്ള തുല്യതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ഇത്ര വ്യാപകമായി നടത്തിയിട്ടും ഇപ്പോഴും പറയുന്നത് ഏതാണ്ട് 100 വർഷത്തിന് 135 വർഷത്തോളമാണ് പറയുന്നത്.
ഇനിയും വേണ്ടി വരും നമ്മൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യത അല്ലെങ്കിൽ ലിംഗതുല്യത. സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലിംഗതുല്യത എന്ന രീതിയിലേക്കൊന്ന് ഒരു സമത്വത്തിലേക്ക് എത്തണമെങ്കിൽ ഇത്ര കാലം എടുക്കുമെന്ന്. ഗുരുധർമ്മ പ്രചരണ സഭ തൃപ്രയാർ യൂണിറ്റിന്റെ 7ാം വാർഷികവും ഗുരുവാശാൻ മണ്ഡലത്തിന്റെ 1ാം വാർഷികവും സംയുക്തമായി ആഘോഷിച്ചു. GDPS ശിവഗിരി മഠം തൃശൂർ ജില്ലാ സെക്രട്ടറി KU വേണുഗോപാലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KV ജയരാജൻ അധ്യക്ഷനായി. ഗുരു ആശാൻ മണ്ഡലം സെക്രട്ടറി സദു കളിമണ്ഡലം രചിച്ച ഗുരുദേവന്റെ അറിയപ്പെടാത്ത യാത്രകൾ എന്ന പുസ്തകത്തിന്റെ ചട്ട സിനിമാ സംവിധായകൻ അമ്പിളി പ്രകാശനം ചെയ്തു. ഗുരു വന്നപ്പോൾ സമ്മാനിച്ച ചെരുപ്പിനെ സംബന്ധിച്ച് പെരിങ്ങോട്ടുകര ചേറ്റുപുഴ ആനന്ദൻ പ്രഭാഷണം നടത്തി. K. ദിനേശ് രാജ, പുഷ്പാങ്കദൻ നടുപ്പറമ്പിൽ, ബീന സദാനന്ദൻ, രാജു ഏങ്ങൂർ, അരവിന്ദ ഘോഷ് എന്നിവർ സംസാരിച്ചു. തിരുവാതിര കളിയുമുണ്ടായിരുന്നു. സദുവിൻ്റെ കഥകളിയുമായി ബന്ധപ്പെട്ട് അതും ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. കേരളമൊട്ടാകെ വലിയ ശബ്ദകോലാഹലങ്ങളുണ്ടായിരുന്നു. എങ്കിലും അതിൽ നിന്നൊന്നും പിന്തിരിയാതെ സദു വളരെ ത്യാഗമനോഭാവത്തോടുകൂടി ധീരതയോട് കൂടിയിട്ടാണ് അതുമായി മുന്നോട്ട് പോയി. അത് ഇന്ന് കഥകളി അത് ഒരു ചരിത്ര സംഭവമാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചത് ആ സദുവിൻ്റെയും ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. കോതകുളം ആനവിഴുങ്ങി റെസിഡൻസ് അസോസിയേഷൻ 8ാം വാർഷികാഘോഷം നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ DYSP VK രാജു മുഖ്യാതിഥിയായി. അസോസിയേഷൻ പ്രസിഡന്റ് ഷീജ മനോജ് അധ്യക്ഷയായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CR ഷൈൻ, വാർഡ് മെമ്പർ അനിത പ്രദീപ് കുമാർ, അസോസിയേഷൻ സെക്രട്ടറി രാജൻ വെന്നിക്കൽ, ട്രഷറർ MV കേരള പ്രസാദ്, സുദീപ് പൊക്കാഞ്ചേരി, നിമ്മി ശിവദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അസോസിയേഷനിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു. നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ആരോഗ്യകരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനം വളരെയേറെ മാതൃകമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലം മുതൽ തുടങ്ങി ഈ 8ാം വാർഷിക സമ്മേളനമായി ആഘോഷിച്ചു നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനെ വാർഷിക ആഘോഷങ്ങൾ നടത്തപ്പെടാറുണ്ട്. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ജനജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുമിച്ച് നിന്നുള്ള കൂട്ടായ പ്രവർത്തനത്തിന് അവസരം ഒരുക്കുക എന്നുള്ളതാണ്. 1000-ലേറെ വർഷം പഴക്കമുള്ളതും കോക സന്ദേശത്തിൽ പരാമർശിക്കുന്നതുമായ ചൂലൂർ കടലായി ശിവക്ഷേത്രത്തിൽ നിയുക്ത ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി മക്കളോടൊപ്പം ദർശനം നടത്തി. ക്ഷേത്രസമിതി ഭാരവാഹികളായ അജിത് നടുപ്പറമ്പിൽ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, ദിനേശ് അരയമ്പറമ്പിൽ, അജയ് ഘോഷ് കാണാശ്ശേരി, തൃപ്പയാർ ശ്രീരാമ ഭക്തസേവാ സമിതി അംഗം ദിവാസ് ആലക്കൽ, ക്ഷേത്ര മേൽശാന്തി ഹരീഷ്, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ചും ഹാരങ്ങൾ ചാർത്തിയും അദ്ദേഹത്തെ സ്വീകരിച്ചു. ജ്യോത്സ്യൻ വിജയകുമാർ, ലക്ഷ്മി, സന്തോഷ്, ജഗദീഷ് കോയമ്പത്തൂർ, സുനിൽകുമാർ മടത്തിപ്പറമ്പിൽ എന്നിവരും സന്നിധരായിരുന്നു. ദർശനശേഷം ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥവും പ്രസാദവും സ്വീകരിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. കടലായി മഹാദേവൻ്റെ മണ്ണിലെത്തിയത് നമ്മുടെ ആരുടെയും എടുക്കൊണ്ടല്ല, അത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. നമ്മുടെ പൂർവ്വജന്മാർജിതമായിരിക്കുന്ന ആ കർമ്മബന്ധങ്ങളെ ഈ ഭൂമിയായിട്ടും ക്ഷേത്രത്തിന് എനിക്ക് എന്തെങ്കിലും ഒരു ബന്ധം കാണും. അന്നേരം ഈ ഒരു കാരണം ഇതായെന്നേ ഉള്ളൂ ഇവിടെ എത്താൻ. ഇത് ഭഗവാന്റെ ആ നിർദ്ദേശമാണ് ആയതുകൊണ്ടാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിന് എല്ലാ ഈശ്വരവും ഉണ്ടാകട്ടെ എന്നും നിങ്ങൾക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്വാമി. കുരുന്നു മനസ്സുകളുടെ സർഗാത്മക കഥ കൂട്ടിയിണക്കിക്കൊണ്ട് മാങ്ങാട്ടുകര AUP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടത്തി. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ദിവസമാണ്. ഈ ഒരു ദിവസത്തിൽ കുട്ടികളോട് ഒത്തുചേർന്ന് വേദി പങ്കിടാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. നമ്മുടെ അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും ആദ്യത്തെ തട്ടിലുള്ള വിദ്യാഭ്യാസവും സംസ്കാരമൊക്കെ മനസ്സിലാക്കാനുള്ള ആദ്യത്തെ പടിയായിട്ടുള്ള ക്ലാസ്സാണ് അംഗനവാടി. അവിടെ നിന്നാണ് നമ്മൾ പലതും പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ പഠിച്ചു തുടങ്ങുന്നതിൻ്റെ ആ തുടക്കം ആദ്യത്തെ പടി വയ്ക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാ സാംസ്കാരിക തലത്തിലുള്ള അവരുടെ നേട്ടങ്ങളും അവരുടെ ജീവിതത്തിലെ ചില കഴിവുകളും പുറത്തെടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള വേദികൾ ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ഇത്തരത്തിലുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ ചെറിയ പ്രായമാണ്, സഭാകമ്പമൊന്നുമില്ലാതെ തന്നെ വേദിയിൽ അഭിമുഖീകരിക്കാനും തന്നിലുള്ള കഴിവ് പ്രകടിപ്പിക്കാനും സാധിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുക്കുന്നതിന്. PTA പ്രസിഡന്റ് MR രാജീവ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക KS സിമി, പഞ്ചായത്ത് അംഗങ്ങളായ മിനി ചന്ദ്രൻ, സരിത, ഉഷാകുമാരി, അധ്യാപിക KS സ്വപ്ന എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318D ക്ലോത്ത് ബാങ്ക് പ്രോജക്റ്റിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. ചാലക്കുടിയിൽ ലയൺസ് ക്ലബ്ബിൽ നിന്നും സ്വരൂപിച്ച വസ്ത്രങ്ങൾ ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്ത് ഏറ്റുവാങ്ങി. ചാലക്കുടി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോമി കാവുങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ സാജു ആന്റണി പത്താടൻ ആമുഖ പ്രഭാഷണം നടത്തി. ഇരിങ്ങാലക്കുട സോൺ ചെയർമാൻ അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ്, ചാലക്കുടി സോൺ ചെയർമാൻ ഡേവിസ് കല്ലിങ്ങൽ, കോർഡിനേറ്റർ സാജു ഉതുപ്പ്, സെക്രട്ടറി VS സന്ദീപ്, ട്രഷറർ ഈപ്പൻ തോമസ് എന്നിവർ സംസാരിച്ചു. CC മൂന്നൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കീഴ്പ്പിള്ളിക്കര ജുമാ മസ്ജിദ് പരിസരത്തിൽ നിർമ്മിച്ച മിനി മാസ്റ്റ് LED ലൈറ്റിംഗ് സിസ്റ്റം CC മൂന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ബാലകൃഷ്ണൻ, രഹന പ്രജു, സിജോ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. കീഴ്പ്പിള്ളിക്കര ജുമാ മസ്ജിദ് ഭാരവാഹികൾ, നാട്ടുകാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആഗ്രഹം, ഈ പ്രദേശവുമായി ബന്ധപ്പെടുന്നവരുടെ ആഗ്രഹം, പിന്നെ മാത്രമല്ല പള്ളിയുടെ അവിടെ രാവും പകലും വന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളുടെ നമ്മുടെ പള്ളിയുമായുള്ള വാസികൾക്കുള്ള ആൾക്കാരുടെ ആഗ്രഹം സജ്ജീകരിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നൽകുന്നുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയാൻ ഞാൻ 50 ലക്ഷം അവിടെ കൊടുത്തു, മറ്റേ 50 ലക്ഷം അപ്പുറത്ത് കൊടുത്തു. അത് നല്ല വിഷയം. ജനങ്ങളുടെ മനസ്സ് ഉയർന്നു വരുന്ന ആഗ്രഹങ്ങൾ ചെറിയ പ്രവർത്തന രീതിയായാലും വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ കൊണ്ട് മാതൃകപരമായ രീതിയിലേക്ക് നമ്മൾ അന്തിക്കാട് ഹൈസ്കൂളിനും KGM LP സ്കൂളിനും മുൻവശത്തായുള്ള PWD റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നത് പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കി. ചൊവ്വാഴ്ച രാവിലെയാണ് കുഴികൾ അടച്ച് ടാറിംഗ് നടത്തിയത്. മാസങ്ങളായി റോഡ് തകർന്നിടത്ത് വലിയ കുഴി രൂപപ്പെട്ടിരുന്നു. ഈ കുഴിയിൽ വാഹനങ്ങൾ ചാടുമ്പോൾ അടർന്നു നിൽക്കുന്ന മെറ്റലും മറ്റും തെറിച്ച് വഴിയാത്രക്കാർക്ക് പരിക്ക് പറ്റുന്നതും പതിവായതോടെ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകിയതിന് പിറകെയാണ് അധികൃതരുടെ ഇടപെടലുണ്ടായത്. ബാലസംഘം അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനറും KSKTU അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന VS ഷിവിൻ്റെ 5ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അന്തിക്കാട് സെൻട്രലിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും അനുസ്മരണ സമ്മേളനവും നടത്തി. CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം VA ദിവാകരൻ അധ്യക്ഷനായി. KV രാജേഷ്, KR രബീഷ്, VK പ്രദീപ്, AK അഭിലാഷ്, KG ഭുവനൻ, TG ദിലീപ് കുമാർ, CR ശശി, MU ഹരി, VD പ്രേംശങ്കർ, PS സുജിത്, സുബിൻ താണ്ടിയക്കൽ എന്നിവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഇനി വാണിജ്യം. അറേബ്യൻ രുചിവൈവിധ്യങ്ങളുമായി പേർഷ്യൻ ഗ്രിൽ എന്ന സ്ഥാപനം വലപ്പാട് ചന്തപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വലപ്പാട് പോലീസ് സ്റ്റേഷന് സമീപം ആരംഭിച്ച പേർഷ്യൻ ഗ്രിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് നിർവഹിച്ചു. ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ കേരളീയരെല്ലാവരും. കൂടുതൽ രുചിയുള്ളതും അതുപോലെ തന്നെ വ്യത്യസ്ത വിഭവങ്ങളോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും, ഞാനുൾപ്പെടെയുള്ളവർ. ഗൾഫിൽ പോകണം. അതെ,
പക്ഷേ ഈ പറഞ്ഞ ഗൾഫിൻ്റെ അത് തനതായ രുചി നമ്മളുടെ ഇവിടെ കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള മസാലകളും മറ്റുമൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ ഷെഫും മറ്റു കാര്യങ്ങളൊക്കെ അതേപോലെ കിട്ടിയാൽ, എന്നിരുന്നാലും നമ്മളുടെ മസാലകളും അവരുടെ മസാലകളും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി അതുപോലെ ക്വാണ്ടിറ്റി, അത് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയാൽ. വാർഡ് മെമ്പർ ഇ പി അജയ് ഘോഷ് അധ്യക്ഷനായി. ഡോക്ടർ എൻ എ മാഹിൻ ആദ്യ വിൽപ്പന നടത്തി. നമ്മുടെ അറേബ്യൻ സ്വാദ് നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സർവശക്തനായ ദൈവം അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ ജൂണിൽ ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ ചേറ്റുവ മുതലും ഇടമുട്ടം വരെ ഏകദേശം 141ഓളം ചെറിയ ചെറിയ ഹോട്ടലുകൾ തുടങ്ങിയിരുന്നു. എഴുത്തുകാരൻ ബാപ്പു വലപ്പാട്, ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ്, ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാർ, അശോകൻ തെക്കിരിയടുത്ത് ആർ ഐ സക്രിയ, KHRA തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് RA മുഹമ്മദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി, ബാബു മുഹമ്മദ്, മൂസിൻ പാണ്ഡികശാല, സ്ഥാപന ഉടമ AM കരീം എന്നിവർ സംസാരിച്ചു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഈ ഒരു പരിപാടിയിൽ സ്വാഗതം ആശംസിക്കാനും നിങ്ങളെയൊക്കെ കൂടെ ഈ ഒരു സന്ദർഭത്തിൽ ഒത്തുചേരാനും സർവശക്തനായ ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും വിജയിപ്പിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. അറേബ്യൻ വിഭവമായ യമനി മന്തി, ഫ്രൈഡ് ചിക്കൻ, ഷവായ്, അൽഫഹം, വിവിധതരം സാൻഡ്വിച്ച് തുടങ്ങിയ രുചികരമായ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഹോം ഡെലിവറിയും ഉണ്ടായിരിക്കും. നാട്ടിക കൊട്ടേക്കാട്ട് ഡോക്ടർ ഐശ്വര്യാസ് ഹോമിയോപ്പതി ക്ലിനിക് വിപുലമായ സൗകര്യങ്ങളോടുകൂടി തൃപ്രയാറിൽ പ്രവർത്തനം ആരംഭിച്ചു. രണ്ടു വർഷമായി നാട്ടികയിൽ പ്രവർത്തിച്ചിരുന്ന കൊട്ടേക്കാട്ട് ഐശ്വര്യാസ് ഹോമിയോപ്പതി ക്ലിനിക് കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിച്ച് തൃപ്പയാർ പോളി ജംഗ്ഷനിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഔണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്പയാർ പോളി ജംഗ്ഷനിൽ പുതുതായിട്ട് ആരംഭിച്ച ഒരു റൂമിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നിർവഹിച്ചു കഴിഞ്ഞത്. കുറേ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഐശ്വര്യ. നല്ല ഔദ്യോഗിക രംഗത്ത് നല്ല നിലവാരം പുലർത്തുന്ന നല്ല പേഷ്യൻസൊക്കെ ഉള്ള ഒരുപാട് രോഗികൾ എപ്പോഴും വന്നു പോകുന്ന കുട്ടിക്ക് കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു സൗകര്യത്തിന് കൂടി കണക്കെടുത്തിട്ടാണ് പോളി ജംഗ്ഷനിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങി വയ്ക്കുന്നത്. എല്ലാവരെയും സഹകരണവും കുട്ടിയുടെ ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിതവും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യ അതിഥിയായി. മകളും ഡോക്ടർ ഐശ്വര്യ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കുന്നത്. വീടിനടുത്ത് തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ പണിക്കര് തന്നെയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അത് വിപുലീകരിച്ച് ഒന്നുകൂടി പോളി ജംഗ്ഷൻ ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലത്ത് ഞങ്ങളും ഡോക്ടർ എപ്പോഴും ഇളയ മകൾക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ പൂർണ്ണമായിട്ടും മാറ്റി തന്ന ഡോക്ടറാണ് ഐശ്വര്യ. അത്
ഈ സമയത്ത് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ നല്ല നമ്മുടെ പണിക്കർ പറഞ്ഞ പോലെ മിടിക്കുകയാണ്. ഒരാൾ വന്നാൽ എന്താണെന്ന് ആദ്യം മരുന്നെഴുതി കൊടുക്കലല്ല, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നം. ഹോമിയോപ്പതി അങ്ങനെ തന്നെ, സാദൃശ്യത്തെ സുഖപ്പെടുത്തും എന്നാ പറയാറ്. 1790 തുടങ്ങി ഇത് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു. രണ്ടാമത്തെ ചികിത്സാ സമ്പ്രദായം നൂതന ചികിത്സാ സമ്പ്രദായം. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MD ഷൈൻ സുരേന്ദ്രനാഥ്, ഡോക്ടർ ഐശ്വര്യ പ്രസൂൺ, പ്രമോദ് കൊട്ടേക്കാട്ട്, പ്രീതി പ്രമോദ്, വസുമതി പ്രസൂൺ, പ്രശോഭ് എന്നിവർ സന്നിധരായിരുന്നു. അലർജി സ്പെഷ്യൽ OP, സ്ത്രീകൾക്കുള്ള പ്രത്യേക ചികിത്സ, കുട്ടികളുടെ പ്രതിരോധ ശക്തി ക്രമീകരിക്കുന്ന വ്യക്തിഗത ചികിത്സ, നെബുലൈസേഷൻ സൗകര്യം, ഇൻഫ്രാറെഡ് ഹീറ്റ് തെറാപ്പി, കൂടാതെ ക്ലിനിക്കിൽ വെച്ച് തന്നെ ഷുഗർ ചെക്ക് ചെയ്യുന്ന സംവിധാനവും ഐശ്വര്യാസ് ഹോമിയോപ്പതി ക്ലിനിക്കിൽ ലഭ്യമാണ്. ഞാൻ ഡോക്ടർ ഐശ്വര്യ. 2 കൊല്ലമായി SN കോളേജ് ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹോമിയോപ്പതി ക്ലിനിക്ക് ഇപ്പോൾ നമ്മൾ പോളി ജംഗ്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോട്ടേക്കാട്ട് ഡോക്ടർ ഐശ്വര്യാസ് ഹോമിയോപ്പതി ക്ലിനിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 3 മുതൽ 6 വരെയുമാണ് പരിശോധനാ സമയം. 3000-ലധികം രോഗികളിലേക്ക് സേവനം എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും നന്ദിയും ചീഫ് കൺസൾട്ടന്റ് ഐശ്വര്യ അറിയിച്ചു. രോഗശാന്തി കൊടുക്കാൻ പറ്റണമെന്നും അവരോട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു മനസ്സും അതിനെ പറ്റിയൊരു സാന്നിധ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. പുറമോടിയിലും അങ്ങനെയൊന്നും അല്ല കാര്യം. നമ്മുടെ ഉള്ളിൽ നമ്മൾ കയറി ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനം, മരുന്നിന് കൊണ്ടുണ്ടാകുന്ന ഒരു ആശ്വാസം, ഇത് മാത്രമായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. എടമുട്ടം സബിത സൗണ്ട് ഉടമ കോടമ്പി കൊച്ചു മുഹമ്മദ് മകൻ മൊയ്തീൻ അന്തരിച്ചു. ഖബറടക്കം ചൂലൂർ ജുമാ മസ്ജിദിൽ നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. എടമുട്ടത്ത് ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏകാദശി തിരക്കിലേക്ക്. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.